ഇറക്കുന്ന കപ്പലിൻ്റെ റോഡിൽ വാങ്ങിച്ച് തിന്നുകൊണ്ട് ഞാനും ഭാര്യയും കൂടെ നടക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ കപ്പലിൻ്റെയും വാങ്ങിക്കാൻ നിവൃത്തിയില്ല, ഈ തട്ടുദോശയും തിന്നാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഏതാണ്ട് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുക. ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് ഒരു ജീവനുള്ള ഒരു പട്ടിയാണ് പോയത്. അതിൻ്റെ പേര് ലെയ്ക്ക എന്നാണ്. ലെയ്ക്ക തിരിച്ച് മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ BBC-യുടെയോ അതുപോലുള്ള ഏതോ ഒരു പത്രത്തിൻ്റെ ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, ലെയ്ക്ക ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നതിനെ കുറിച്ച്. അപ്പോൾ ബ്രിട്ടൻകാരൊക്കെ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയാണ്. അമേരിക്കക്കാരും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ലോകത്തെ എല്ലാവരുടെയും കമൻറ്റ് ചോദിച്ച് ഇന്ത്യയിൽ ചോദിക്കാൻ വന്നത് കേരളത്തിലായിരുന്നു. കേരളത്തിലെ ആൾക്കാരോട് ഈ ലെയ്ക്ക ചന്ദ്രനിൽ പോയിട്ട് വന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചന്ദ്രന് പോയി തിരിച്ചു വരാമെന്നാണ് മലയാളി പറഞ്ഞത്. എന്നെ നാദൃഷ വിളിക്കുമ്പോൾ എന്നെ ഒഴിവാക്കൂ നാദൃഷ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് എന്താ പറയുക, അഭിനയം എന്നൊക്കെ പറഞ്ഞ ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കുക. ഇപ്പോൾ 720 എപ്പിസോഡ് ലൈറ്റ് ക്യാമറ ആക്ഷനിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ കഥ പറയാനിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കാലിങ്ങനെ പറിച്ചോണ്ടേ ഇരിക്കും, ഇതെങ്ങനെയെങ്കിലും പണ്ടാരം തീർന്നാൽ മതി. അത്രയും പേടിയുള്ള ആളാണ്. പലരും പറയാറുണ്ട് സംവിധാനത്തിനേക്കാൾ എളുപ്പം അഭിനയമാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാലും നാദൃഷയുടെ വഴക്ക് കേൾക്കാതെ, സുജിത്തിൻ്റെ വഴക്ക് കേൾക്കാതെ എന്തായാലും മനീഷയുമായിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്തു. ഞാൻ ഈ യാദൃശ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു വാക്കാണ്, അല്ലാതെ ഞാൻ പ്രിപ്പയർഡായി പോയി പറഞ്ഞതല്ല. പക്ഷെ അത് എവിടെയൊക്കെയോ കയറിക്കൊണ്ടു. എനിക്ക് നാദൃശ്യോളം തന്നെ ബഹുമാനം തോന്നിയത് അതിൻ്റെ പ്രൊഡ്യൂസറെയാണ്. 7 പടം പൊളിഞ്ഞു പോയിട്ട് 8ാമതൊരു പടം നാദൃഷ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സെറ്റിൽ പോയിട്ട് രാവിലെ ചെന്നിട്ട് എനിക്ക് വൈകുന്നേരം ഉണ്ടായിരുന്നില്ല. രാവിലെ മലമുകളിൽ ഉത്സവമൊക്കെ എടുക്കായിരുന്നു. ഞാനൊരു കാരവാൻ വിരോധിയാണ്, പക്ഷേ എന്നെ കൊണ്ടൊന്ന് കാരവാനിലായിരുത്തി. ഞാൻ അവിടെ എൻ്റെ പരിചിതരായ ആൾക്കാരോടൊക്കെ ചോദിച്ചു. എൻ്റെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ കലാസംവിധായകൻ ഷിജി പട്ടണമായിരുന്നു. ഷിജി അടക്കമുള്ളവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അറിയുന്നത് 10 ദിവസത്തെ ബാറ്റ അദ്ദേഹം മുൻകൂട്ടി കൊടുക്കുകയാണ്. എങ്ങനെ ബാറ്റ കൊടുക്കാതിരിക്കാം, എങ്ങനെ ആളുകളുടെ അഭിനയിച്ചവരെയൊക്കെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ 10 ദിവസത്തെ ബാറ്റ മുൻകൂട്ടി കൊടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ മടങ്ങാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ക്രൂവിലുള്ള മുഴുവൻ പേരുടെയും പ്രാർത്ഥന താങ്കൾക്കുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ എന്നോട് നാദൃഷ പെരുമാറിയ രീതി, നാദൃഷ ഒരു സകലകല വല്ലഭനാണ്. ഞാൻ ഡബ്ബിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഒരു നാദൃഷ എന്നോട് കാണിച്ചത്, ഞാനൊരു 1000 പേരല്ല പോട്ടെ, ഒരു 100 പേരോട് എന്തായാലും പറഞ്ഞു നാദൃഷ എന്നോട് കാണിച്ച ബഹുമാനം. പിന്നെ നാദൃഷയെ എനിക്ക് വലിയ വിശ്വാസവും അല്ലെങ്കിൽ വലിയ സ്നേഹമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സുഹൃത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് ഈ നാട്ടിൽ മലയാളിയെ പഠിപ്പിച്ച ആളാണ് നാദൃഷ. ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിക്കാതെ, ചതിക്കാതെ, സ്വന്തം ലാഭനഷ്ടങ്ങൾ നോക്കാതെ വില്ലൻ്റെ റോളിൽ നിർത്തിയപ്പോൾ പോലും ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കുമെന്ന് ശപഥമെടുത്ത നാദൃഷ. ഇവിടെ കണ്ട ട്രെയിലർ കാണുമ്പോൾ ഞാൻ നാദൃഷയോട് ചോദിക്കരുത്, ഈ ഡാൻസ് കമ്പോസ് ചെയ്തായിരുന്നു ബൃന്ദയാണ്. നല്ല പരിചയമുള്ള ആളാണ് ബൃന്ദ. സുജിത്തിൻ്റെ ഫ്രെയിമുകളൊക്കെ കണ്ടപ്പോൾ നല്ല കളർഫുള്ളായി എടുത്തു വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ വലിയ വിജയമാണ്. അറിയാതെ പോയി പെട്ട് ഞാൻ അഭിനയിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം റോഡിൽ ഇറങ്ങാൻ നിർത്തിയില്ല. കാരണം തട്ടുദോശ തിന്നുന്ന 10 രൂപയ്ക്ക് കപ്പലിൻ്റെ വാങ്ങിച്ച് തിന്നുന്ന ആളാണ് ഞാൻ. ഈ കപ്പലിൻ്റെ ഉപ്പിട്ട് വറക്കുന്ന കപ്പലിൻ്റെ റോഡിൽ വാങ്ങിച്ച് തിന്നുകൊണ്ട് ഞാനും ഭാര്യയും കൂടെ നടക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കപ്പലിൻ്റെയും വാങ്ങിക്കാൻ നിർത്തിയില്ല, ഈ തട്ടുദോശയും തിന്നാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഏതാണ്ട് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുക. എനിക്ക് സന്തോഷമുണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ട് ബേസിൽ നിർമ്മിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ, ബേസിലും ടൊവിനോയും വിനീത് ശ്രീനിവാസനും അഭിനയിക്കുന്ന പടത്തിൽ ഈ ബേസിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകനായിട്ട് പടം തുടങ്ങി തീരുന്നത് വരെ അയാളെ ചീത്ത വിളിക്കുന്ന ഒരു അധ്യാപകൻ്റെ വേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നാദൃഷയുടെ, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സുഹൃതമടക്കം, പുറപ്പാടടക്കം, എഴുന്നള്ളത്ത് അടക്കം, സ്വയംവരപന്തലടക്കം ഞാൻ അഭിനയിച്ച അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന എല്ലാ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്യാൻ വേണ്ടി സൈക്കിൾ ചവിട്ടുക, ഇന്നസെൻ്റ് കായലിൽ ചാടിയപ്പോൾ കൂടെ ചാടുക, അങ്ങനെയുള്ള കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ നാദൃഷ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത തലത്തിലാണ്. ഒരു കൈ നോക്കാൻ ഞാനും മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആവുകയാണ്. എന്തായാലും ഈ സിനിമ
വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ദൈവങ്ങളോട് വിശ്വാസമില്ലാത്ത ഒരാളാണ്. കാരണം ദൈവങ്ങൾക്ക് കണ്ണും കാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഈ കേരളത്തിൽ നടക്കില്ല. എന്നാലും ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട് പറയുന്നു, ഈ സിനിമ ഒരു വലിയ വിജയമാക്കി നമ്മുടെ നിർമ്മാതാവിനും നാദിർഷയ്ക്കും വലിയ പേരുണ്ടാക്കി കൊടുക്കട്ടെ. ഒരു പുതിയ കുട്ടിയാണ് നായിക, എല്ലാം കൊണ്ട്. പിന്നെ വിഷ്ണുവാണ്. വിഷ്ണുവിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കെ കരുണാകരൻ, കേരള രാഷ്ട്രീയത്തിൽ 40 വർഷം കരുണാകരൻ എന്ത് കേരളത്തിന് നൽകി, എന്ത് കരുണാകരന് കേരളം നൽകി എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി എല്ലാം ആയി വന്നതാണ്. അതിൽ രാജൻ, ഈശ്വരവാര്യയുടെ മകൻ രാജൻ്റെ വേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് മനസ്സിൽ കരുതിയാണ്. പ്രോജക്റ്റ് നടന്നില്ല. എനിക്ക് വിഷ്ണുവിന് എന്തോ ഒരു ഇഷ്ടമാണ്. ഈ കട്ടപ്പന കണ്ടത് മുതലേ നമ്മൾ ഈ ദിലീപിനെയൊക്കെ കാണുമ്പോൾ അടുത്ത വീട്ടിലൊരു പയ്യനെ പോലെ, അടുത്ത വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലെ വിഷ്ണുവിനെ എനിക്കിഷ്ടമാണ്. വലിയ വിജയമാകട്ടെ. ഈ സന്ധ്യയ്ക്ക് ഒരു ഗസ്റ്റ് വേഷം ചെയ്ത് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരാൻ ക്ഷണിച്ച വലിയ മനസ്സുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു.